നെഹമിയ അധ്യായം 6. നെഹമിയാക്കെതിരെ ഗൂഢാലോചന. ഞാൻ കതക് കൊളുത്തിയില്ലെങ്കിലും മതിൽ പണിത് വിടവുകൾ അടച്ചു എന്ന് സൻബല്ലാത്തും തോബിയായും അറേബ്യനായ ഗഷേമും മറ്റ് ശത്രുക്കളും അറിഞ്ഞു. സൻബല്ലാത്തും ഗഷേമും എനിക്ക് സന്ദേശം അയച്ചു, വരിക, ഓനോ സമതലത്തിൽ ഏതെങ്കിലും ഗ്രാമത്തിൽ വെച്ച് നമുക്ക് ഒരു കൂടിക്കാഴ്ച നടത്താം. എന്നെ ഉപദ്രവിക്കുകയായിരുന്നു അവരുടെ ഉദ്ദേശ്യം. ഞാൻ ദൂതന്മാരെ അയച്ച് അവരോട് പറഞ്ഞു, ഞാനൊരു വലിയ കാര്യം ചെയ്യുകയാണ്, എനിക്ക് വരുക സാധ്യമല്ല. ഞാൻ ഇറങ്ങി വന്ന് പണിക്ക് മുടക്കം വരുത്തുന്നതെന്തിന്? അവർ 4 പ്രാവശ്യം ഈ സന്ദേശം അയക്കുകയും ഞാൻ ഇതേ ഉത്തരം നൽകുകയും ചെയ്തു. 5-ാം പ്രാവശ്യം സൻബല്ലാത്ത് ഭൃത്യനെ തുറന്ന കത്തുമായി അയച്ചു. അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു: നീയും യഹൂദന്മാരും എതിർക്കാൻ ഉദ്ദേശിച്ചാണ് മതിൽ പണിയുന്നതെന്നും നീ അവരുടെ രാജാവാകാൻ ഉദ്ദേശിക്കുന്നുവെന്നും ജനതകളുടെ ഇടയിൽ കേൾവിയുണ്ട്. ഗഷേമും അതുതന്നെ പറയുന്നു. യൂദായിൽ ഒരു രാജാവുണ്ടായിരിക്കുന്നുവെന്ന് നിന്നെക്കുറിച്ച് ജെറുസലേമിൽ വിളംബരം ചെയ്യുന്നതിന് നീ പ്രവാചകന്മാരെ നിയോഗിച്ചിരിക്കുന്നു എന്നും കേൾക്കുന്നു. ഇവയെല്ലാം രാജസന്നിധിയിൽ അറിയിക്കും. അതിനാൽ വരുക, നമുക്ക് കൂടിയാലോചന നടത്താം. ഞാൻ അവന് മറുപടി നൽകി, നീ പറയുന്നതൊന്നും നടന്നിട്ടില്ല, എല്ലാം നിന്റെ സങ്കല്പമാണ്. ജോലി ചെയ്യാനാവാത്ത വിധം ഞങ്ങളുടെ കരങ്ങൾ തളർന്നു പോകും എന്നു കരുതി അവർ ഞങ്ങളെ ഭയപ്പെടുത്താൻ ഉദ്യമിച്ചു. ദൈവമേ, അവിടുന്ന് ഇപ്പോൾ എൻ്റെ കരങ്ങൾ ശക്തിപ്പെടുത്തണമേ. വീട്ടുതടങ്കലിൽ ആയിരുന്ന ശെമായായുടെ അടുത്ത് ഞാൻ ചെന്നു. അവൻ ബെഹദാബേലിൻ്റെ പുത്രനായ ദലായായുടെ മകനാണ്. അവൻ എന്നോട് പറഞ്ഞു, നമുക്ക് ദേവാലയത്തിനുള്ളിൽ കതകടച്ച് ഇരിക്കാം. അവർ അങ്ങയെ കൊല്ലാൻ നോക്കുന്നു, രാത്രിയിൽ അവർ വരും. ഞാൻ പറഞ്ഞു, എന്നെപ്പോലുള്ള ഒരാൾ പേടിച്ചോടുകയോ എന്നെപ്പോലുള്ള ആരെങ്കിലും ദേവാലയത്തിനുള്ളിൽ ഒളിച്ച് ജീവൻ രക്ഷിക്കുമോ? ഞാൻ അത് ചെയ്യുകയില്ല. അവൻ്റെ വാക്കുകൾ ദൈവപ്രചോദിതമല്ലെന്നും തോബിയായും സൻബല്ലാത്തും കൂലിക്കെടുത്തതുകൊണ്ടാണ് എനിക്കെതിരെ പ്രവചിക്കുന്നതെന്നും എനിക്ക് മനസ്സിലായി. ഭയപ്പെട്ട് ഇപ്രകാരം പ്രവർത്തിച്ച് ഞാൻ പാപം ചെയ്യുന്നതിനും അങ്ങനെ എനിക്ക് ദുഷ്കീർത്തിയുണ്ടായി എന്നെ അവഹേളിക്കുന്നതിനും വേണ്ടി അവർ അവനെ കൂലിക്കെടുത്തതാണ്. എൻ്റെ ദൈവമേ, തോബിയായ്ക്കും സൻബല്ലാത്തിനും അവരുടെ പ്രവർത്തികൾക്ക് തക്ക പ്രതിഫലം നൽകണമേ. പ്രവാചികയായ നൊവാദിയായെയും എന്നെ ഭയപ്പെടുത്താൻ ഉദ്യമിച്ച മറ്റു പ്രവാചകന്മാരെയും ഓർക്കണമേ.